നമസ്കാരമുണ്ട്. അപ്പോൾ മറ്റേ വീഡിയോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഷിംഗ് മെഷീൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് സാധനം വാങ്ങിയിട്ട് ഹെയറിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഏകദേശം 15,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയാലോ കേട്ടോ. ഇത് വാങ്ങിയതെന്ന് വെച്ചാൽ നമ്മളെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റ് അവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മളെ കാഞ്ഞങ്ങാടിലാണ് ഈ പ്ലാന്റ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സാധനം വാങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുക. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടല്ലോ. പിന്നെ ഈ ഒരു സംഭവം വെച്ചാൽ ഇതിൻ്റെ പൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ പൈപ്പ് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ നേരത്തെ ഇത് കംപ്ലൈൻറ്റ് മാറ്റിയതാണ് കേട്ടോ. ഇതിപ്പോൾ അത്രയായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വന്നതാണ്. ഓക്കെ, ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മളെ ടാപ്പിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഇതിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇത് ഇവിടെ എവിടെയോ ചെറിയൊരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് സംഭവം മാറ്റിയത്. ഈ സാധനം വെയിലിന് വേഗം കംപ്ലൈൻറ്റ് വരുന്നു ഈ സാധനം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വെക്കട്ടെ. പിന്നെ നമുക്ക് ഈ പച്ച പൈപ്പാണ്. ഇത് ഞാൻ എക്സ്റ്റേണായിട്ട് വെച്ച പൈപ്പാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിലൊരു ടാപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ തന്നെ ടാപ്പാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എക്സ്റ്റേണായിട്ട് സെറ്റ് ചെയ്തതാണ്. ആണല്ലോ, ഇവിടെ ഒരു ടീ കൊടുത്തതാണ്. ഇത് ബാത്റൂമിലേക്ക് വന്ന ഒരു പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടീ എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞത്. നമുക്ക് ഈ പൈപ്പ് ഇവിടുന്ന് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത് മൊത്തം പൊടിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മളെ സ്പിന്ന് കറങ്ങുന്ന സാധനം കേട്ടോ. എനിക്ക് ഉള്ളോട്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതാണ്. ഇതിങ്ങനെ കറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഓൺ ചെയ്തേ കറക്കാൻ പറ്റുമോ, കാരണം നല്ല ടോർക്ക് ഉണ്ട്. ഇതിലാണ് നമ്മളെ എന്താ പറയുക, ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ കറങ്ങൽ. ഇത് ഒരു വട്ടം ഇങ്ങോട്ട് കറങ്ങും, എനിക്ക് അറിയാമല്ലോ, ഒരു വട്ടം ഇങ്ങോട്ട് കറങ്ങും. പിന്നെ ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇതാണ്ട ഫിൽറ്ററാണ്. ഇതൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും ഒരു വർഷത്തെ ആയില്ലേ ഇത് യൂസ് ചെയ്യുന്നതൊക്കെ. ഇതെന്താ സാധനം അറിയില്ല, അതിൻ്റെ എന്തൊരു സംഭവം ആയിരിക്കാം. ഓക്കെ, പിന്നെ അത്രയ്ക്ക് ഇല്ല. ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ അത്ര ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകത ഇല്ല. ഇതന്നെയാണ് ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടക്കാം കേട്ടോ. ഇത് ക്ലോസ് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മൾ ഇതിൻ്റെ സ്പിന്നർ. ഓക്കെ, അതായത് നമ്മൾ ഈ എന്താ പറയുക, ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കാൻ ഇടുന്ന സംഭവമാണത്. ഇതിന് ഉള്ളിൽ വേറെ ഡോറും കൂടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു സാധനം കാണാൻ പറ്റും. ഇതാണ് ആ സാധനം. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതുമാതിരി കറക്കാൻ പറ്റും കേട്ടോ. ഉണ്ടല്ലോ, ഇതുമാതിരി കറക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഏതാണ്ട് ഇതുപോലെ കറക്കാൻ പറ്റും. ഓപ്പോസിറ്റ് കറങ്ങില്ല കേട്ടോ, ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങോട്ടത്. ഇതാണ് നമ്മളെ സ്പിന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ഇതിന്ന് ഡ്രസ്സ് എടുക്കുക. അതായത് ഇപ്പം നമുക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് അത് പിഴിഞ്ഞ് കഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സംഭവത്തിലിട്ട് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇത്ര പേരെ വരും. ഓക്കെ, അതുപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സംഭവം ഇങ്ങനെ അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഡോറും കൂടി ഇതുവരെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സ്പിന്നുണ്ടല്ലോ, ഇത് നമുക്ക് തിരിച്ച് നമുക്ക് 5 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഈ സംഭവം ഇങ്ങനെ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഈ സ്പിന്നർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യില്ല. നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അന്ന് ഓൺ ചെയ്യില്ല. സ്പിന്നർ മാത്രം ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ ഓക്കെ, സ്റ്റോപ്പായി. അപ്പോൾ അതുപോലെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം തുറക്കാം കേട്ടോ. തുറന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ അത്യാവശ്യം ഡ്രൈ ആയി കിട്ടും. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അത്യാവശ്യം ഡ്രൈയും കാര്യങ്ങളൊക്കെ ആയി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് സാധനം എന്താ പറയുക, ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ വെയിലിന് കൊണ്ട് ഉണക്കാനിടാം. അത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. പിന്നെ കറണ്ട് ബില്ലും കാര്യങ്ങളൊന്നും ഇതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കറണ്ട് ബില്ലൊന്നും അങ്ങനെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് നോക്കിയാൽ രണ്ട് എന്താ പറയുക സംഭവം ഇവിടെ കാണാൻ പറ്റും, തിരിക്കുന്ന റെഗുലേറ്റർ പോലെ സാധനം. അപ്പോൾ അത് എനിക്ക് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ സംഭവമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഈ പൈപ്പ് വഴി വീഴുന്നുണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു മോഡിലേക്ക് മാറ്റുന്നതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വെള്ളം ഈ ഒരു
നമ്മളെ എന്താ പറയുക ഉണക്കാനുള്ള സംഭവം ഉണ്ട് സ്പിന്നർ, അതിലേക്ക് പോകും കേട്ടോ. ഓക്കെ, സ്പിന്നറിലാട്ടോ, സ്പിൻ ടൈമറാണ് അതിൻ്റെ പേര്. സ്പിന്നർ എന്ന് പറഞ്ഞ് കറങ്ങുന്ന സാധനം ഉണ്ടാകും കേട്ടോ. അപ്പോൾ കണ്ട സ്പിന്നിലേക്കായിട്ടുണ്ട്. എനിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ സ്പിന്നിലേക്കായിട്ടുണ്ട്. കണ്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് വാഷിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകുന്ന സംഭവമാണ്. ഓക്കെ, ഇതിപ്പോൾ സെൻട്രലായി ഇതിനുള്ളിലേക്ക് വെള്ളം പോകും കേട്ടോ. അത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രെഡായിട്ട് പോകും, പുറത്ത് സ്പ്രെഡാവും. സെൻട്രലിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിൽ നിന്ന് പോകുന്ന പോലെ തന്നെ പോകും കേട്ടോ. അതൊക്കെ കാണിച്ചു തരണേ. പിന്നെ ഇതാണ് നമ്മളെ വാഷിങ്ങിൻ്റെ ഈ ഒരു സംഭവം, വാഷിംഗ് മോട്ടർ പ്രവർത്തിക്കുന്ന ആ റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇത് 45 മിനിറ്റ് വരെ ഇതിൻ്റെ ടൈം കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഓഫിലാണ് കിടക്കുന്നത്. ഇത് വെറുതെ തിരിക്കരുത് കേട്ടോ, കാരണം നമ്മളിത് ഓണാക്കിയിട്ട് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. പിന്നെ റിട്ടേൺ തിരിക്കരുത്. വെറുതെ റിട്ടേൺ തിരിച്ചു കഴിഞ്ഞാൽ സാധനം കംപ്ലയിൻറ്റ് വരും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിട്ടേൺ തിരിച്ചു കഴിഞ്ഞാൽ സാധനം കംപ്ലയിൻറ്റ് വരും. അതിലിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ശേഷം 9 അല്ലെങ്കിൽ 12 വരെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അധികം നല്ലോണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് 12 വരെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ സംഭവം. 45 ഉപയോഗിക്കൊന്നുമില്ല കേട്ടോ. മൊത്തം പൊടിയാണ് ഇതാ. ഇവിടെ ഹൈവേൻ്റെ പണിയാണ്, മൊത്തം പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം 9 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 9 കിലോ ഇത് താങ്ങും കേട്ടോ. വാഷിംഗ് മെഷീൻ എത്ര കിലോ ഉണ്ടൊക്കെയാണ് നമുക്ക് 8, 6 അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. ഇത് 9 കിലോ വേണ്ടിയാണ്. നമ്മൾ LGൻ്റെയൊക്കെ വരുന്നുണ്ട്. LGൻ്റെയൊക്കെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് അല്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് മാറ്റുന്ന ടൈപ്പാണ്. ഓക്കെ, പിന്നെ ഡബിൾ ക്ലീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കമ്പനി ഞാൻ പറഞ്ഞില്ല, ഹെയറിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നോബ് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് എന്താ പറയുക, ഇത് ക്ലോസ് ആണ്. ഇത് നമുക്ക് നേരെ ഇങ്ങനെ പിടിച്ച് ഡ്രെയിനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രെയിൻ മോഡ്, അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ വാഷ് ചെയ്ത വെള്ളം ഡ്രെയിൻ വഴി പുറത്തേക്ക് പോകും. അല്ലല്ലോ, അതാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രെയിനിലേക്ക് ഇട്ട് നമ്മൾ വെള്ളം തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒന്നും അറിയില്ല, കാരണം വെള്ളമൊക്കെ നമുക്ക് പുറത്തേക്ക് പോകും, ഡ്രെയിനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ ഇട്ട് വെക്കാം. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഇതെന്താണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, കാരണം ഇത് ഞാൻ ഉപയോഗിക്കാറില്ല സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത് അറിയുന്ന ആരും കണ്ടോ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് സ്റ്റാൻഡേർഡാണ്. ഇതും കൂടി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, എനിക്ക് പറഞ്ഞുതരാം. എന്ത് സംഭവം എനിക്കറിയില്ല. പിന്നെ ഈ എലി, ഇത് നമ്മളെ റാറ്റ്, അതായത് എലി ഇതിൽ കയറിലൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ 1 വർഷമായില്ല, എലിയും കാര്യങ്ങൾക്കൊന്നും ഇത് വന്നില്ല. അതുപോലെ തന്നെ നമുക്കിതിന് വീലുണ്ട് കേട്ടോ. അതായത് നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിലുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 5 സ്റ്റാറിൻ്റെയാണ് കേട്ടോ. അതായത് നന്ന ചെറുതാണ് സാധനം, 5 സ്റ്റാർ ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞതിൻ്റെ അതിൻ്റെ കുറച്ച് എന്താ പറയുക മോഡലും അതിൻ്റെ എന്താ പറയുക വെയിറ്റ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ബ്രാൻഡ്, പിന്നെ വാഷിംഗ് മെഷീൻ. ഓക്കെ, അതിൻ്റെ കുറച്ച് ഇങ്ങനത്തെ സാധനം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതൊക്കെയാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, ഈ സംഭവം ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഈ സംഭവം ഇതിന് മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടും. ഓക്കെ, ഇത് ഗ്ലാസ് ആണ് ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര കോമഡിയാണ് സംഭവം. അതെനിക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അതിൻ്റെ കണക്ഷനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേഗം ഒരു പൈപ്പ് കാണാൻ പറ്റും, ഒരു പാമ്പ് പോലത്തത്. ആ സംഭവം എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക, അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ബാത്റൂമിൽ നിന്ന്, അതായത് സാധാരണ വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതാണ്. ഡ്രെയിൻ വെള്ളം പോകാൻ്റെ പൈപ്പാണ് കേട്ടോ. ഇത് അതിൻ്റെ വയറാണ്. ഓക്കെ, 3 വയറാണ്. പിന്നെ ഇത് നമ്മളെ ഇതിൻ്റെ പവർ പ്ലഗ് ബോക്സ് ആണ്. ഓക്കെ, ഇത് ഓൺ ആവില്ല. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഒരു കോമഡിയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് നോർമൽ പ്ലഗ് തന്നെയാണ്, 3 ആണ്. എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാധനം എന്താ വെച്ചാൽ ഫ്യൂസ് ആണ് കേട്ടോ. നമുക്കൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണം മറ്റേ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അടിച്ചു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത സംഭവം തന്നെയാണ്. ഞാനല്ല, ഇത് വേറെ ആൾ സെറ്റ് ചെയ്തതാണ്. ഒരു പ്ലംബിങ്ങിൻ്റെ ആൾ സെറ്റ് ചെയ്തതാണ്, അതിൽ ഇലക്ട്രീഷ്യൻ അല്ല കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നോക്കി കാണാൻ പറ്റും. നമ്മൾ 3 കോറിൻ്റെ വയർ വെച്ച് സെറ്റ് ചെയ്തതാണ്. നേരെ എനിക്ക് മുകളിലോട്ട് നോക്കിയാൽ ഇതിൻ്റെ ഇത് വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ ഷീറ്റാണിത്. ഷീറ്റിൻ്റെ മുകളിൽ കൂടിയാണ് വരുന്നത്. അതായത് ഷീറ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വന്ന് നമുക്കിപ്പോൾ നോക്കി ഞാൻ കാണാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം ഇതേമാതിരി ഇങ്ങനെ പോയി
നേരെ നമ്മളെ ബൾബ് ഹോളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ കണക്ഷൻ കൊടുക്കരുത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എർത്ത് ബൾബ് ഹോൾഡറിലേക്ക് എർത്ത് വരില്ല. കാരണം എർത്തിനൊന്നും ഇതിന് കണക്ഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊന്നും സംഭവം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും സംഭവം ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എർത്ത് ലീക്കേജ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അതുപോലുള്ള കണക്ഷൻ കൊടുക്കരുത് കേട്ടോ. ഇത് മിക്കവാറും ഈ കണക്ഷൻ ഞാൻ ഒഴിവാക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ട പരിപാടി ഉണ്ട്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കണക്ഷൻ കൊടുക്കണം. ഉള്ളിൽ നമുക്ക് പവർ പ്ലഗ് ഉണ്ട്, അതിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ആകാത്ത വെച്ച് ഉള്ളിൽ വേറെ സ്വിച്ച് ഉണ്ട്. കാരണം ആ ബൾബ് ഹോൾഡറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഈ സംഭവം ഓൺ ആവും. അതായത് ഇപ്പോൾ നമ്മൾ സാധനം പുറത്താണ് ഇരിക്കുന്നത്, വീട്ടിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ കിച്ചൻ്റെ ഭാഗമുണ്ടോ സിറ്റ് ഔട്ട്, അവിടെയാണ് ഈ സാധനം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ആരെങ്കിലും വന്ന് ഈ വാഷിംഗ് മെഷീൻ ഓണാക്കി നനക്കാന്ന് വെച്ചാൽ സംഭവം നടക്കില്ല. കാരണം ഇത് ലോക്കില്ല പോയാൽ ശരിക്കും ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോകാനേ പറ്റൂ. കാരണം ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റൂല. കാരണം സ്വിച്ച് ഓൺ ആവില്ല, ആ ഉള്ളിൽ നിന്ന് ഓൺ ആക്കണം, എന്നാൽ മാത്രമേ ഓൺ ആവും. ആ സ്വിച്ചും കൂടി ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്വിച്ചാണ് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് ഓണാക്കിയാൽ ജസ്റ്റ് ഓണാക്കിയാൽ മാത്രമേ നമ്മളെ പുറത്ത് നമ്മളെ വാഷിംഗ് മെഷീനിലേക്ക് കറണ്ട് വരും. ഓക്കെ, ജസ്റ്റ് സാധനം ഓണാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ പവർ പ്ലഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ പവർ പ്ലഗ് തന്നെയാണ്. ഈ പ്ലഗ് നമുക്ക് മാറ്റാനുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്വിച്ച് നമ്മൾ മുമ്പ് മാറ്റിയതാണ്. ഇതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എടുത്തില്ല, അത് പെട്ടെന്നായി പോയി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ആക്കി നോക്കാം. പിന്നെ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിലേക്ക് കറണ്ട് വന്നു. എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ വേണ്ട ലൂസ് ഉണ്ട്. മിക്കവാറും ഇത് വീഴുന്ന സമയത്ത് കൈമ വരും കേട്ടോ. ഡ്രില്ലടിച്ച് വെക്കാം. ഇതൊക്കെ നമ്മൾ മുട്ടി ഉപയോഗിച്ചിട്ട് ആണി അടിച്ച് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ വാഷിംഗ് മെഷീൻ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതായത് സംഭവം വർക്ക് ചെയ്ത് എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി കാറും സ്കൂട്ടിയൊക്കെ തുറക്കുന്ന കോട്ടൻ്റെ ഒരു തുണിയാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് വാഷിംഗ് മെഷീൻ ഓപ്പൺ ആക്കാം. നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ടാപ്പ് ജസ്റ്റ് ഓൺ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ ടാപ്പ് ജസ്റ്റ് അതിൻ്റെ പോലെ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ല അപ്പോൾ അത് വെള്ളം പോകുന്നുണ്ട്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. നമ്മളിതിൽ ഓക്കെ, അത് മാറ്റിയിരുന്നു അല്ലേ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സംഭവം ഡ്രെയിനിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചില ഡ്രെയിനിൽ തന്നെ ഇട്ട് വെക്കും, വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നോർമലി വേണ്ട ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് വീഴുന്നത്. ഇനി ആ സാധനം ജസ്റ്റ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് സാധനം ഇതാ. ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞതാ. ഇത് ഇതിൻ്റെ സൈഡ് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി സെൻറ്ററിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അതിൻ്റെ ഇപ്പോൾ കറക്റ്റായി. ഇപ്പോൾ നമ്മളെ വെള്ളം കറക്റ്റ് പൈപ്പ് തന്നെ വീഴുന്ന അതേ ഫ്ലോയിൽ തന്നെ വീഴുന്നുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ വെള്ളം ഇപ്പോൾ ഏകദേശം വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മളെ തുണി മുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് സംഭവം ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് സംഭവം ഓഫ് ചെയ്യാം. നമ്മുടെ ടാപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് വർക്ക് ചെയ്യിക്കണം. കാരണം ഇതിൽ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒഴിക്കാനുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് എന്താ പറയുക, സർപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സർപ്പ് യൂസ് ചെയ്യില്ല. കാരണം ഇപ്പോൾ ലിക്വിഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യില്ല. വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന നമുക്ക് ലിക്വിഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആ സംഭവം ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം ഇത് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇത്ര വെള്ളത്തിലൊന്നും വെച്ച് ഇത് വർക്ക് ചെയ്യിക്കരുത്. കുറച്ച് ഇത്ര വരെ വേണ്ട, ഈ തൊട്ട് വരെ വെള്ളം വേണം കേട്ടോ. കാരണം ഈ ഒരു സംഭവം ഓരോന്നായിട്ട് കൈ കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് ചിലപ്പോൾ കൂടും. കാരണം ഏകദേശം ഒരു 5-6 ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലിട്ടാം. ഓക്കെ, നമ്മുടെ സ്കോഡിൻ്റെ ഈ സാധനം കണ്ടല്ലോ, ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു ബ്ലൂ കളർ ലിക്വിഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത്. നല്ല സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ സംഭവം നിങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഇത് പിടിക്കുക. അതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
ജസ്റ്റ് ഞാൻ 3-ലാണ് വെക്കുന്നത്. 3-ന്ന് വെക്കണ്ട, ജസ്റ്റ് എനിക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഞാൻ തിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സ്പീഡിൽ, ഞാൻ പറഞ്ഞെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല, നല്ല സ്പീഡിൽ തന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ കറങ്ങുന്നുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്, വെള്ളത്തിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഇത് അടച്ചു കഴിഞ്ഞാൽ സൗണ്ട് പോവും. അതാ ഒരു വട്ടം ലെഫ്റ്റ് തിരിയും, അതുപോലെ തന്നെ അടുത്ത വട്ടം നമുക്ക് റൈറ്റ് തിരിയും. അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഇതിന് മണ്ണും കാര്യങ്ങളൊന്നും പോയില്ല, കാരണം ഞാൻ ലിക്വിഡും കാര്യങ്ങളൊന്നും ഒഴിച്ചില്ല. എന്നാലും അത്യാവശ്യം വൃത്തിയാവും കേട്ടോ, കാരണം ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ മാറി. എനിക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ മണ്ണ് മൊത്തം വളകിരി നമ്മൾ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സംഭവം. പിന്നെ ഈ ബസറുണ്ട് കേട്ടോ. ഇനി അതെല്ലാ വാഷിംഗ് മെഷീനിലും വരുന്ന പോലെ ബസറുണ്ട്. ഇതിൻ്റെ ടൈം കഴിയുമ്പോൾ നമുക്ക് ബസർ വർക്ക് ചെയ്യും. ജസ്റ്റ് ഞാൻ ഇത് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവം അടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടാകും കേൾക്കാൻ സാധിക്കുക കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ സൗണ്ട് കുറവായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ പോകുന്നത് ഞാൻ ബസർ അടിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഏകദേശം നമ്മുടെ ബസറിൻ്റെ അടുത്താണ്. ബസറിൻ്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, ബസർ അടിച്ചു. നല്ല സൗണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. ഭയങ്കര സൗണ്ടാണ് കേട്ടോ നമ്മുടെ ബസറിൻ്റെ. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ 1 മിനിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ ഈ സംഭവം ഓഫ് ആവും. അത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കട്ട് ചെയ്യുന്നില്ല, നമുക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇപ്പം നമ്മളെ സംഭവം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ സംഭവം തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോഴേ വെള്ളം അത്യാവശ്യം ജ്യൂസ് അടിച്ച പോലെ ആയിട്ടുണ്ട്. നമ്മളെ പൊടിയും കാര്യങ്ങളൊക്കെ ഹളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഡ്രെയിനിലേക്ക് തിരിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡ്രെയിനിലേക്ക് തിരിക്കുന്നത്. ഈ ഒരു സംഭവം കണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഞാൻ ഡ്രെയിനിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ എനിക്ക് ഇറങ്ങിപ്പോകുന്ന കാണാൻ പറ്റും. സൗണ്ട് എനിക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം ഇപ്പോൾ ഇറങ്ങി പോകുന്നുണ്ട്. ഓക്കെ, വെള്ളം താഴെ ഇപ്പോൾ അങ്ങ് അടിയിലോട്ട് എത്തിയിട്ടുണ്ട്. കണ്ട, വെള്ളം പോയി. വെള്ളമൊക്കെ നമ്മൾ ഡ്രെയിൻ വഴി ഇറങ്ങിപ്പോയി കേട്ടോ. ഓക്കെ, ഇനി ഈ സംഭവം എടുത്തിട്ട് നമുക്ക് പിഴിയണം. പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്പിന്നിലേക്ക് ഇടണം കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഇതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവത്തിൽ. അപ്പോൾ ഇനി നമുക്കിത് സ്പിന്നിലേക്ക് ഇടാം. പിന്നെ ഇങ്ങനെ ഡ്രെയിനിലേക്ക് വെക്കുന്ന സമയത്ത് സംഭവം ഓഫ് ആക്കാം കേട്ടോ. ഇത് ഓഫ് ആക്കിയാലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. സംഭവം ജസ്റ്റ് ഇങ്ങനെ തുറക്കുക. അതിനുശേഷം ഇതും കൂടി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ സംഭവം ഇതുപോലെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇങ്ങനെ വലിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക കോട്ടൻ്റെ തുണി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2-3 ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന് ഫുൾ ഇനി നമുക്കിത് മാക്സിമം അമർത്ത് കൊടുക്കുക, കാരണം ഒന്നേലില്ലു. അതിനുശേഷം നമുക്ക് ഇത് അടക്കാം. പിന്നെ ഒരു കാര്യം പറയണ്ടേ, നമുക്ക് ഇത് രണ്ടും മോട്ടർ ഒരേ സമയത്ത് വർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഈ സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ ഈ സ്പിന്നർ ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പിന്നർ ഓഫ് ആവും. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ സ്വിച്ച് ഓണിലാണ്. നമ്മൾ സ്പിന്നർ ജസ്റ്റ് ഞാൻ 5-ലേക്ക് തന്നെ വെക്കുന്നു കേട്ടോ. ഇങ്ങനെ തിരിക്കാം. ഇപ്പോൾ സൗണ്ട് കേട്ടോ, അത് ഒന്നായിട്ടായിട്ടാ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് തുറന്നു കഴിഞ്ഞാൽ വേണ്ട ഓഫായി. ഉണ്ടല്ലോ, ഇപ്പോൾ ഓണാവും. ഇപ്പോൾ ഓണായി. വേണ്ട, നല്ല വൈബ്രേഷനാണ്. ഇപ്പോൾ നമ്മുടെ സ്പിന്നർ ഓൺ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്പിന്നർ കറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ സ്പീഡിൽ കറങ്ങുന്നുണ്ട്. എനിക്കത് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ സംഭവം കറങ്ങുന്ന സംഭവം ഓഫ് ആവും കേട്ടോ. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. ഈ ഒരു സാധനം പോകുന്നുണ്ട്. ഇപ്പം 5-ൽ നിന്ന് ഈ സാധനം ഏകദേശം ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ പോയി ഓഫ് ആകും. ഓക്കെ, നമുക്കിനി അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഏകദേശം 3 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 കഴിഞ്ഞ് 3-ൻ്റെ 2-ൻ്റെ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് നമുക്കിത് ഓഫ് ആകുന്നവരെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിത് ഓഫ് ആകുന്ന ആ ഭാഗത്തുനിന്ന് കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ സ്പിന്ന് ഇപ്പോൾ ഓഫ് ആകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഏകദേശം ഓഫിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. നമ്മളെ 1 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് സംഭവം ഓഫ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓഫ് ആകുന്നവരെ കാണിച്ചു തരാം. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഓക്കെ, എത്തിക്കഴിഞ്ഞാൽ സംഭവം ഓഫ് ആവും. ഓക്കെ, ഇല്ല അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ സ്റ്റോപ്പിങ്ങിലും മാത്രമേ നല്ല രീതിയിൽ വൈബ്രേഷൻ വാഷിംഗ് മെഷീനുള്ളൂ. പിന്നെ സ്മൂത്ത് ആണ്. ഓഫായി. എനിക്കിപ്പോൾ ടിക്കിങ് സൗണ്ട് കേട്ടിട്ടുണ്ടാവും. സംഭവം ഓഫായി കേട്ടോ. നല്ല വൈബ്രേഷനാണ്.
വാഷിംഗ് മെഷീൻ കണ്ടല്ലോ, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ. ഓഫായി സംഭവം ഇനി ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം തുറന്നു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യാട്ടെ, ഇതിനൊന്നും ആവശ്യമില്ല. സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം തുറന്നു നോക്കാം. ഫസ്റ്റ് തുറക്കുക. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ആവി പോലെ എനിക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ തുറക്കുക. ഇനി ഈ സംഭവം ഇന്ന് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സംഭവം എടുത്ത് നോക്കാം. ഇതൊക്കെ ആയത് നോക്കി അടിച്ച് പരത്തിയ പോലെ ആയിട്ടുണ്ട് സംഭവം. ഇത് ഉണങ്ങി കിട്ടി കേട്ടോ. ജസ്റ്റ് നീ കാണിച്ചു തരാം. ഇതിൽ വെച്ച് നമ്മൾ സംഭവം ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ അതിലിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ടൻ്റെ എന്താ പറയുക സംഭവം. ഇത് നല്ല പച്ച കളർ സാധനം കേട്ടോ. ഈ വീഡിയോയിൽ ഒരു ഡാർക്ക് പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഈ സംഭവം ഇത് മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഗ്രീൻ കളർ സാധനമാണ്. ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നതാണ്. ഉണ്ടല്ലോ, നല്ല രീതിയിൽ സംഭവം ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. കണ്ടാ, ഇത്രയും ഇല്ലു സംഭവം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ചണ്ടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് വെയിലിന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം ഉണങ്ങും. കാരണം ഇപ്പോൾ ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, മൊത്തം മഴ മൂലം പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇന്നലെയൊക്കെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ തുണി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വിട്ടുപോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് മാറ്റുന്ന വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിൻ്റെ എന്താ പറയുക പവർ പ്ലഗിലേക്ക് കണക്ട് ചെയ്യേണ്ട സംഭവമൊക്കെ വാങ്ങണം. ഓക്കെ, അതൊക്കെ വാങ്ങി നമുക്ക് പുതിയ SMS സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടയർ പറയാൻ വിട്ടുപോയിട്ട് ടയർ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് ഈ ഒരു സംഭവമാണല്ലോ, ഇതിൻ്റെ അടിയിലാണ് ടയർ വരുന്നത്. ഓക്കെ, ജസ്റ്റ് പൊക്കി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, പൊങ്ങൂല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ടയർ വരുന്നത്. ജസ്റ്റ് ഞാൻ പൊക്കി കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട്, നല്ല വെയിറ്റാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ടയർ വരുന്നത്. ചെറിയ ടയറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ സംഭവം എല്ലാം കാണിച്ചു നമുക്ക്. ഈ പൈപ്പ് മാത്രമേ ഇതിൽ കംപ്ലൈൻറ്റ് വന്നില്ലൂ കേട്ടോ. ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ഓക്കെയാണ്. ഒരു വർഷമായിട്ടും കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തരാൻ വിട്ടുപോയത് സംഭവിച്ചാൽ സ്പിന്നിലേക്ക് വെള്ളം പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ടാപ്പ് ഓൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ടാപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്പിന്ന് തുറക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പിന്നിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളെ സ്പിന്നിലേക്ക് വെള്ളം പോകുന്ന എനിക്ക് കാണാൻ പറ്റും. ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ സ്പിന്നിന്ന് അത് ഓഫായിട്ടുണ്ട് കേട്ടോ. ഓഫായി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് സ്റ്റോപ്പാവും. ഓക്കെ, സ്റ്റോപ്പായി. കണ്ടോ, ഇതാണ് സംഭവം എന്താണെന്ന് അറിയില്ല. അറിയുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാഷിംഗ് മെഷീൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ സംഭവം അടിപൊളിയാണ്. എന്തായാലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നില്ല. ഇപ്പോൾ അത് കണ്ടല്ലോ, ആ പൈപ്പ് മാത്രമേ അതിൽ കംപ്ലൈൻറ്റ് വന്നില്ലൂ. അതെന്തായാലും വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കേട്ടോ. പിന്നെ എർത്ത് നിർബന്ധമായി കൊടുക്കണം, നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ കണക്ഷൻ കൊടുക്കണ്ട. അത് മിക്കവാറും ഞാൻ മാറ്റും കേട്ടോ കണക്ഷൻ. അതിൻ്റെ വീഡിയോ ഞാൻ ചെറിയ ഷോർട്ടായി ചെയ്യാം. കണക്ഷൻ ഞാൻ മിക്കവാറും മാറ്റും. കാരണം അതിൽ എർത്തും കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. അതുകൊണ്ട് കണക്ഷൻ എന്തായാലും മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കൊല്ലം വർക്ക് ചെയ്യിച്ചിട്ടും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും സംഭവം അതിന് വന്നില്ല. എന്തായാലും നമുക്ക് കണക്ഷൻ മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എങ്കിൽ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.